ഹലോ മക്കളെ, അങ്ങനെ നമ്മുടെ SSLC റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മിസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമുക്ക് റീവാലുവേഷന് കൊടുക്കണം എന്ന് തോന്നുന്ന കുട്ടികൾക്ക്. അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ 9A+ ഒക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തോന്നും അല്ലേ, എനിക്ക് ഒരു A+ കൂടെ കിട്ടാനുണ്ടായിരുന്നു, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് എന്തോ മാർക്ക് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്, അപ്പോൾ എനിക്കൊന്ന് റീവാലുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സൂക്ഷ്മ പരിശോധന നടത്തണം, എനിക്ക് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മെയ് 9 മുതൽ മെയ് 15 വരെയാണ് നമുക്ക് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിലൂടെ മിസ് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ എത്രയായിരിക്കും ഏകദേശം ഫീസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മിസ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ താഴെ കാണുന്ന സൈറ്റിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ, അതായത് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യാനൊക്കെ നോക്കിയില്ലേ, അതേ സൈറ്റ് തന്നെ. അപ്പോൾ ഈ താഴെ കാണുന്ന സൈറ്റുകളിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ആ സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ SSLCexam.kerala.government.in എന്ന് പറയുന്ന സൈറ്റിലാണ് മിസ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയേ റീവാലുവേഷൻ ഓർ ഫോട്ടോ കോപ്പി ഓർ സ്ക്രൂട്ടിനി ആപ്ലിക്കേഷൻസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേരും ബാക്കിയുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് ഇവിടെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടുത്തെ റീവാലുവേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്ക്രൂട്ടിനി എന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറവായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുറവ് മാർക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീവാലുവേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഫോട്ടോ കോപ്പി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ദ ഫീസ് ഫോർ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി ആൻഡ് സ്ക്രൂട്ടിനി. ഇപ്പോൾ റീവാലുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 400 rupees ആണ് പെർ പേപ്പർ വരുന്നത്. ദെൻ ഫോട്ടോ കോപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫോട്ടോ കോപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ 200 ആയിരിക്കും പെർ പേപ്പർ വരുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന ആണെന്നുണ്ടെങ്കിൽ 50 ആയിരിക്കും പെർ പേപ്പർ വരുന്നുണ്ടാവുക, 50 രൂപ. ഓക്കെ, അപ്പോൾ ഇത്രയായിരിക്കും ഇത് ഉണ്ടാവുക. ഇനി അതിനുശേഷം നിങ്ങളിതൊക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു കൺഫർമേഷൻ പേജ് വരും. അപ്പോൾ ഇവിടെ മിസ് ഇവിടെ ഇത് പേരൊന്നും കൊടുക്കാത്തതുകൊണ്ട് മിസ് അത് കംപ്ലീറ്റ് ആക്കുന്നില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫർമേഷൻ പേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രധാന അധ്യാപകൻ്റെ അടുത്ത് അത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എക്സ്ട്രാ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ മെയ് 9 മുതൽ മെയ് 15 വൈകിട്ട് 4 മണി വരെയാണ് നമുക്ക് ഈ ഒരു റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുള്ളത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റി, അല്ലെങ്കിൽ അത് ഒരിക്കൽ കൂടി ഒന്ന് തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ തിരുത്തലുകളൊക്കെ വരുത്താവുന്നതാണ്. ദെൻ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ അപേക്ഷാ ഫീസും പരീക്ഷ എഴുതിയ സെൻറ്ററിലെ പ്രധാന അധ്യാപകന്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഫൈനൽ കൺഫർമേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അപേക്ഷാ ഫീസും പരീക്ഷ എഴുതിയ സെൻറ്ററിലെ പ്രധാന അധ്യാപകന് മെയ് 5 മുതൽ. ഓക്കെ, എത്ര മണിയാണ്, മെയ് 15 വൈകുന്നേരം 5 മണിക്ക് മുന്നേ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഫൈനൽ കൺഫർമേഷൻ്റെ നമുക്ക് ലഭ്യമാകുന്ന പ്രിൻ്റ് ഔട്ടും അതേപോലെ തന്നെ അപേക്ഷാ ഫീസും. ഓക്കെ, അത് മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഓരോന്നിൻ്റെ പൈസ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 400 രൂപയാണ് നമ്മുടെ പുനർമൂല്യം എന്ന് പറയുന്നത്. റീവാലുവേഷന് വേണ്ടിയിട്ട് ഫോട്ടോ കോപ്പിക്ക് 200 രൂപ, സ്ക്രൂട്ടിനിക്ക് 50 രൂപ എന്നുള്ള രീതിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ട് 15 വൈകിട്ട് 5 മണിക്ക് ശേഷം ലഭിക്കുന്നതും, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാതെ അപൂർണമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള അപേക്ഷകൾ ഒരു കാരണവശാലും നമ്മുടെ പ്രധാന അധ്യാപകൻ സ്വീകരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ കോപ്പി ലഭിച്ചതിന്
വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ റിവാലുവേഷന് കൊടുക്കാനായിട്ട് അപേക്ഷിക്കാനായിട്ട് നമുക്ക് അർഹതയില്ല എന്നുള്ള കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ മെയ് 9 മുതൽ മെയ് 15 വരെയാണ് നിങ്ങൾക്ക് റിവാലുവേഷൻ ചെയ്യാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. ഈ ഒരു രീതിക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ മിസ് ഇവിടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ഈ ഒരു റിവാലുവേഷൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മക്കളെ.